ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഉള്ള ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു സോപ്പാണ്. യാതൊരു കെമിക്കൽസും കൂടാണ്ട് ബീട്രൂട്ട് മാത്രമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സോപ്പാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. കുറേ ദിവസമായി എല്ലാവരും പറയണം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി കാണിക്കൂ, അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വിടാറുണ്ട്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇങ്ങനെ ഇടാതെ വൈകി പോണത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബീട്രൂട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായി ഇങ്ങനെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു തോർത്തുമുണ്ട് വെച്ചിട്ട് അതിൽ നമ്മൾ ഈ ബീട്രൂട്ട് അരച്ചത് ഇട്ടിട്ട് അതിൽ നന്നായി പിഴിഞ്ഞെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്. കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം സോപ്പ് ബേസിൽ ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ എന്തായിട്ട് കിടക്കും, മുന്തിയതായിട്ട് ബീട്രൂട്ടിൻ്റെ സാധനങ്ങൾ കിടക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ സ്വല്പം വെള്ളം ആഡ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ബീട്രൂട്ട് അരക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ 1 കിലോൻ്റെ സോപ്പ് ബേസ് കട്ട് ചെയ്യണതും ഇതൊക്കെ ചിലതിനടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ സോപ്പ് ബേസ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കിലോൻ്റെ സോപ്പ് ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ഗ്ലാസ്സോളം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പിഴിഞ്ഞപ്പോൾ അതിൻ്റെ നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കളറോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല. ഇനി നമ്മൾ സോപ്പിൻ്റെ മുകളിലേക്ക് ആ ബീട്രൂട്ടിൻ്റെ സോപ്പ് ബേസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ചില ആൾക്കാർ ഇത് ബീട്രൂട്ടിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളറൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കൊരു ബീട്രൂട്ടിൻ്റെ ആ കളറ് കിട്ടാറുണ്ട്. പക്ഷെ ഞാനിതിൽ കളറോ അതുപോലെ തന്നെ യാതൊരു കെമിക്കൽസും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ സാധാ ബീട്രൂട്ട് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്ത് അതിൻ്റെ നീരും പിന്നെ നമുക്ക് മണത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ എന്തായാലും ചേർക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഓയിലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും നമ്മളിതിൽ ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് 1 കിലോൻ്റെ ഒരു സോപ്പ് ബേസ് കിട്ടിയപ്പോൾ 9 സോപ്പാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരുള്ളൂ. എല്ലാവരും പറയും 2-2.5 മണിക്കൂറൊക്കെ വെക്കണം. പക്ഷേ 1 മണിക്കൂറട്ടം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് നല്ലതാണ് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉറച്ച് കിട്ടും. അതെല്ലാം നമ്മൾ കൂട്ടണ കൂട്ട് കൂടുതലായാലും അതെ നമ്മുടെ സോപ്പ് ഒരിക്കലും നന്നാവില്ല. അതായത് സോപ്പ് ഉണ്ടാക്കണ നേരത്ത് നമ്മുടെ സോപ്പ് ബേസിനേക്കാൾ കൂടുതലാണ് നമ്മൾ മറ്റുള്ള കൂട്ട് നമ്മൾ ചേർത്ത് വെച്ചെങ്കിൽ അപ്പോൾ ആ സോപ്പ് ഇങ്ങനെ ഞെങ്ങുമ്പോൾ ഞെങ്ങിപ്പോവും. അപ്പോൾ ഒരു പക്ഷേ അത് സോപ്പ് ബേസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ സോപ്പിനേക്കാൾ ക്വാണ്ടിറ്റി നമ്മൾ മറ്റുള്ള കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിന് അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂർ അല്ല 1.5 മണിക്കൂറായപ്പോൾ നമ്മൾ ഇത് വീണ്ടും എടുത്ത് സോപ്പ് മോൾഡിൽ നിന്ന് നമ്മൾ എടുത്ത്, അപ്പോൾ യാതൊരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ശരിക്കും ഇത് ബീട്രൂട്ടാന്ന് പറയില്ല, കാരണം കളറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനൊരു കളറും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല. ശരിക്കും നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് ബീട്രൂട്ട് അരച്ചതിൻ്റെ നീരാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സോപ്പ് നല്ല ഒരു സോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ സോപ്പ് അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് ഉണ്ടാക്കുന്ന സോപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വഴിയെ ഇടുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും സംശയങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന ഡൗട്ടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു. ഞാനിതിൻ്റെ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാനിതൊക്കെ പഠിച്ചത്. നമുക്ക് പ്രത്യേകമായിട്ട് ക്ലാസ്സിൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. നമുക്ക് യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും. കണ്ടാൽ യാതൊരു കുഴപ്പമില്ലാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.